ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വെഡ്ഡിങ് ആൽബംസ് റിവീലിംഗ് ആണ്. അപ്പോൾ നമുക്ക് ബെട്രോതലിൻ്റെ ആൽബം അതുപോലെ തന്നെ വെഡ്ഡിങ്ങിൻ്റെ ആൽബം നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് സൈസ് നോക്കുകയാണെങ്കിൽ ബെട്രോതൽ ആൽബം കമ്പാരിറ്റീവ്ലി ഇച്ചിരി ചെറുതാണ്. ഇനി നമുക്ക് ഈ രണ്ട് ബാഗിലും എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കാം. സോ ആദ്യം നമുക്ക് ബെട്രോതൽ ബാഗിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യമേ തന്നെ നമുക്ക് ഒരു മിനി ആൽബം ഉണ്ട്. നമ്മുടെ സെയിം മെയിൻ ആൽബത്തിലുള്ള ഫോട്ടോസാണ് മിനി ആൽബത്തിൽ ഉണ്ടാവുക. പിന്നെ ഉണ്ടായിരുന്നത് ഒരു കലണ്ടറാണ്, 2026 ആണ്. ഇതിലൂടെ ഒരു പൗച്ച് എന്താണെന്ന് അറിയില്ല, കണ്ടിട്ടേക്ക് മനസ്സിലാവില്ല എന്നിട്ടാണ്. നമുക്ക് ഉടയ്ക്കാറ്, അല്ലെങ്കിൽ ഇതെന്താണെന്നോ ജസ്റ്റ് നോക്കാം. ഓക്കെ, എന്തൊരു മരത്തിൻ്റെ പോലത്തെ ഒരു എന്തൊരു സംഭവമാണ്. അങ്ങനെ ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഇതൊരു എന്തോ ഒരു പൗച്ച് പോലെയാണ് എനിക്ക് മനസ്സിലായി. എന്തൊരു പെൻ ഡ്രൈവ് വയ്ക്കാനുള്ളതാണോ, പക്ഷെ പെൻ ഡ്രൈവ് ഒന്നുമില്ല, പെൻ ഡ്രൈവ് ബോക്സ് ആണോന്ന് അറിയില്ല. നിങ്ങൾക്കത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് അടുത്തത് നമുക്ക് നോക്കാം. അയ്യോ, അപ്പോഴേക്കത് പൊട്ടി. അയ്യോ, ആ സാധനം അപ്പോഴേക്കും പൊട്ടി. കൈസ് അമ്മയുടെ കയ്യിലിരുന്നപ്പോഴേക്കും ആ സാധനം പൊട്ടി. ഈശ്വരാ, ഒന്ന് നോക്കാം എന്താ സാധനം എന്ന് പോലും മനസ്സിലായില്ല. അപ്പോഴേക്കും ഐറ്റം പൊട്ടിയിട്ടോ. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു സാധനമായിരുന്നു. നമുക്ക് ഇനി അടുത്ത ഐറ്റമിലേക്ക് പോകാം. നമ്മുടെ ഒരു ഫോട്ടോ ഫ്രെയിമാണ്, വെഡ്ഡിങ്ങിൻ്റെ ആണ്. ഞാനത് ബെട്രോതലിനാണ് എക്സ്പെക്റ്റ് ചെയ്തത്, പക്ഷെ നമുക്ക് കിട്ടിയത് വെഡ്ഡിങ്ങിൻ്റെ ആയിരുന്നു. എന്നാലും പക്ഷെ നല്ലതായിരുന്നു. നമ്മുടെ പള്ളിയത്തുള്ള ഫോട്ടോൻ്റെയാണ്. അടുത്തതായിട്ടാണ് നമ്മുടെ മെയിൻ വെയിറ്റഡ് ആൽബം. ഇത് നമ്മളൊരു 11 മാസം ഇതുവരെ കിട്ടിയതാണ് ഇപ്പോൾ ഈ ആൽബം. ഇത്രയും ലേറ്റായി. നമ്മൾ ഈ ആൽബത്തിനുള്ളിൽ നമ്മൾ ഫിക്സേഷൻ നമ്മളൊരു 1 ഇയർ മുന്നേ നടന്നിട്ടുണ്ടായിരുന്നു. എങ്കിൽ വെഡ്ഡിങ്ങിന് 1 ഇയറും 3 മന്ത്സ് മുന്നേ നടന്നിട്ടുള്ള ഫിക്സേഷൻ്റെ ഫോട്ടോസ് നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സംഗീത്, ഹൽദി, ബെട്രോതൽ, അതുപോലെ തന്നെ വെഡ്ഡിങ്ങിൻ്റെ ചെറിയൊരു പോർഷൻ ഇത്രയും നമ്മൾ ഈ ആൽബത്തിൽ ഇറക്കിയിട്ടുണ്ട്. സോ നമുക്കിനി ആൽബം എങ്ങനെയുണ്ടെന്ന് കാണാം. ഇതിൽ നല്ല ക്ലോസി ആയിട്ടുള്ളതും അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് ഉള്ളതും അങ്ങനെ ഒരു 2-3 ടൈപ്പ് പേപ്പേഴ്സ് നമുക്കിതിലുണ്ടായിരുന്നു ആൽബത്തിൻ്റെ ഇതിൽ. പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളിയായിട്ടുള്ള പ്രിൻ്റ് തന്നെയായിരുന്നു. ഭയങ്കര രസമായിരുന്നു ആൽബം കാണാനായിട്ട്. ഞാൻ ഇത്രയും ഐറ്റംസുകളൊക്കെ ആഡ് ചെയ്ത കാരണം കൊണ്ട്, അതായത് ഈ ഫിക്സേഷൻ, ഹൽദി, സംഗീത്, ബെട്രോതൽ, വെഡ്ഡിങ് എല്ലാം ഉള്ളതുകൊണ്ട് ഒരു ഫുൾ കല്യാണം, അതായത് ഒരു ഇതായിട്ടുണ്ടായിരുന്ന ഫുൾ സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ ഒരു കല്യാണത്തിൻ്റെ ഒരു മിനി വേർഷൻ കണ്ട ഒരു ഫീൽ തന്നെയായിരുന്നു. സോ ആൽബം വാസ് സോ ഗുഡ്. സോ നമുക്ക് ഇനി വെഡ്ഡിങ്ങിൻ്റെ പാക്കേജ് തുറക്കാം. വെഡ്ഡിങ്ങിൻ്റെ ബാഗിൽ നോക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു ഫ്രെയിമാണ്. അത് വെഡ്ഡിങ്ങിൻ്റെ തന്നെയാണ്, നമ്മൾ സ്റ്റേജിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഫോട്ടോ ആണ്. അപ്പോൾ നമ്മുടെ ഈ 2 ഫ്രെയിം വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബെട്രോതൽ ടീമിൽ കിട്ടിയ ഫ്രെയിമിനേക്കാളും വലുതാണ് വെഡ്ഡിങ് ടീമിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഫ്രെയിം. രണ്ടും കല്യാണത്തിൻ്റെ തന്നെയാണ്, ഒന്ന് പള്ളിയിൽ നിന്നും ഒന്ന് സ്റ്റേജിൽ നിന്നും, അതാണ് ഡിഫറൻസ്. അടുത്തതാണ് നമ്മുടെ കലണ്ടർ. ഇത് 2025 കലണ്ടറാണ്. നമുക്ക് ബെട്രോതൽ ടീമിൻ്റെ കൂടെ കിട്ടിയത് 2026 ആണ്. പക്ഷെ അത് ഒരു നീളം കൊണ്ട് മറ്റേതാണ്, പക്ഷേ പേജസ് കൊണ്ട് വെഡ്ഡിങ്ങിൻ്റെ കിറ്റിലുള്ളതാണ് വലുത്, കൂടുതൽ പേജസ് ഉള്ളത്. പിന്നെ നമുക്കുള്ള നമ്മുടെ സെയിം മിനി ആൽബം വെഡ്ഡിങ്ങിൻ്റെ തന്നെ, നമ്മുടെ വെഡ്ഡിങ് ആൽബത്തിലുള്ള എല്ലാ ഫോട്ടോസിൻ്റെയും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു മിനി ആൽബം അതുകൊണ്ട്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വെഡ്ഡിങ് ആൽബത്തിൻ്റെ മിനി ആൽബമാണ് ചെറുത്, കമ്പാരിറ്റീവ്ലി മറ്റേത് കുറച്ച് വലുതാണ് ബെട്രോതലിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ ഐറ്റംസ്. അപ്പോൾ രണ്ടിനും കിട്ടിയ, അതായത് ആൽബത്തിനോട് കിട്ടിയ ഐറ്റംസുകളൊക്കെ സെയിം തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ആൽബം ഒരു പെട്ടിയുടെ ഉള്ളിലാണ് നമുക്ക് വെഡ്ഡിങ്ങിൻ്റെ ആൽബം കിട്ടിയിരിക്കുന്നത്. ഒരു അത്യാവശ്യം കട്ടിയുള്ള ഒരു പെട്ടിയുടെ ഉള്ളിലാണ്, ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിക്ക് അത് എനിക്ക് നല്ലതായിട്ട് തോന്നി. സോ നമുക്ക് ഇനി വെഡ്ഡിങ് ആൽബം എങ്ങനെയുണ്ടെന്ന് കാണാം. സോ ദിസ് ഈസ് അവർ വെഡ്ഡിങ് ആൽബം. സോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെഡ്ഡിങ്ങിൻ്റെ ഫോട്ടോസുകൾ മാത്രമേ ഉള്ളൂ. ലൈക്ക് അവൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനത്തെ അവൻ്റെ സിംഗിൾസ്, എൻ്റെ സിംഗിൾസ്, പള്ളിയിലെത്തിയിട്ടുള്ള ഫോട്ടോസ്, ചടങ്ങുകൾ, അതുപോലെ തന്നെ സ്റ്റേജിലത്തെ ഫോട്ടോസുകൾ, അത് കഴിഞ്ഞ് മന്ത്രപുരമായിട്ടുള്ള, അങ്ങനെ കഴിഞ്ഞ് വീട്ടിലേക്ക് കയറാനുള്ള തൊട്ടുള്ള എല്ലാ ചടങ്ങുകളും ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് ഈ വെഡ്ഡിങ് ആൽബം. ബെട്രോതൽ ആൽബത്തിനായിട്ട് ഫോട്ടോസാണ്, ഐ മീൻ 2 പേജസാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്തത്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് അറിയാം ഇതിൻ്റെ പ്രിൻ്റ് ക്വാളിറ്റിയൊക്കെ എങ്ങനെയുണ്ടെന്ന്. സോ നിങ്ങൾക്കിത് ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ ബൈ. ഇതായിട്ട് കാണുന്നവർ ലൈക്ക് ഷെയർ മറക്കരുത്. ടാറ്റാ. നമ്മുടെ വെഡ്ഡിങ് ആൽബം നമുക്കൊരു മാർച്ച് ഏപ്രിലായപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊരു നവംബറിലാണ് നമുക്ക് ബെട്രോതൽ ആൽബം കിട്ടിയത്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് റിവീൽ ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മളത് അന്ന് കാണിക്കാണ്ടിരുന്നത്. സോ ഇതാണ് നമ്മുടെ നല്ല അടിപൊളി പ്രിൻ്റ് ആയിരുന്നു. സോ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് ഫോട്ടോഗ്രാഫേഴ്സ് അതിൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഈ ആൽബം ചെയ്ത് തരട്ടെ എന്തെങ്കിലും കോൺടാക്ട് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അതുപോലെ തന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഫോട്ടോസ് ഇഷ്ടമായെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സോ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.